നമസ്കാരം. ട്രംപിന്റെ കാലുതിരുമിയും അടുക്കളപ്പണി ചെയ്തും തുണി അലക്കിയും വേണമെങ്കിലും ട്രംപിനെ പ്രീതിപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ നേടിയെടുത്ത് ഇന്ത്യക്കെതിരെ പോരടിപ്പിക്കാമെന്നുള്ള പരദൂഷണ കമ്മിറ്റിക്കാർക്ക് തുല്യമായ ഒരു നിലപാടാണ് പാകിസ്ഥാൻ കൈക്കൊണ്ടിരുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, പാകിസ്ഥാനികളുടെ സംസ്കാരവും രീതിയും വെച്ച് നോക്കിയാൽ ഇതല്ല ഇതിനപ്പുറവും അവർ കാണിച്ചു കൂട്ടും. കണ്ണുകടി എന്ന് പറഞ്ഞാൽ നല്ല അസൽ കണ്ണുകടി. അതാണിപ്പോൾ ഇന്ത്യയോട് പാകിസ്ഥാനികൾക്ക്. അത് മോദി അധികാരത്തിൽ വന്ന് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ച കണ്ടത് മുതൽ കുറച്ച് കൂടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ബോംബ് വെച്ചോ മിസൈൽ വെച്ച് തകർത്തിട്ടോ ഇന്ത്യയെ തകർത്ത് തരിപ്പണമാക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് പാകിസ്ഥാനികൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒറ്റയ്ക്ക് അത് ചെയ്യാനുള്ള ധൈര്യവും പോരാ. പഴയതുപോലെയല്ല. ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞതോടെ കണ്ണിൽ നിന്ന് എപ്പോഴും പൊന്നീച്ച പറക്കലാണ് പാർട്ടികൾക്ക്. പോരാത്തതിന് ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ ലേശം തുള്ളൽ പനിയും. എന്നാൽ പിന്നെ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ കൂടെ കൂട്ടിയാൽ കാര്യം നടക്കുമെന്നൊരു തോന്നൽ ഉണ്ടായിട്ടാണ് ട്രംപിന്റെ പേര് നൊബേലിന് ശുപാർശ ചെയ്യുന്നു, ട്രംപിനെ വൈറ്റ് ഹൗസിൽ പോയി കാണുന്നു, അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ക്ഷണിക്കുന്നു, വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. എന്നാൽ ഇതൊക്കെ അവിടെ നടക്കുമ്പോഴും യാതൊന്നും പ്രതികരിക്കാതെ, ഒരക്ഷരം ശബ്ദിക്കാതെ, മോദി നട്ടല് വളയ്ക്കാതെ മുട്ടുവിറയ്ക്കാതെ നോക്കി നിൽക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് പോലും ഒരല്പം ഭയം വന്നു കൂടി എന്നതാണ് വാസ്തവം. ട്രംപ് ഇന്ത്യക്ക് മേൽ അമിത താരിഫ് അടിച്ചേൽപ്പിച്ചപ്പോൾ അമേരിക്കയിൽ നിന്ന് തന്നെ ഇത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമാകുമെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ട്രംപ് സ്വന്തം നിലപാടുകൾ മയപ്പെടുത്തി ഇന്ത്യയെ കൂടെ ചേർത്ത് നിർത്താമെന്ന നിലയിലേക്ക് എത്തിയത്. ഇതുകൂടി കണ്ടതോടുകൂടി പാകിസ്ഥാനികൾക്ക് പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് പോകുന്നത് പാകിസ്ഥാൻ വഴിയാണെന്നും പാകിസ്ഥാനിൽ ഇറങ്ങി ഒരല്പം ചായ കുടിക്കാതെ പോയാൽ അതെങ്ങനെ ശരിയാകുമെന്നുള്ളതൊക്കെയായി ചോദ്യങ്ങൾ. എന്നാൽ അതൊക്കെ വെറും വീരവാദങ്ങളാണ് എന്ന രീതിയിൽ പൊളിഞ്ഞതോടുകൂടി പുതിയ തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയായിരുന്നു പാർട്ടികൾ. പാകിസ്ഥാൻ അമേരിക്ക പുതിയ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് ടു എയർ മിസൈലുകൾ നൽകുന്നു എന്നതായിരുന്നു അടുത്ത നുണക്കഥ. എന്നാൽ നനഞ്ഞ പടക്കം പോലെ അതും ചീറ്റി എന്ന് പറഞ്ഞാൽ പോരാ, പാർട്ടികൾ നാണം കെട്ടു എന്ന് വേണം പറയാൻ. പാകിസ്ഥാന് പുതിയ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ മിസൈലുകൾ നൽകുന്നുവെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച് അമേരിക്ക തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് എന്നാണ് അമേരിക്കൻ എംബസി വ്യക്തമാക്കുന്നത്. പാകിസ്ഥാന് പുതിയ അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് ടു എയർ മിസൈലുകൾ അമേരിക്ക നൽകുന്നുവെന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. അടുത്തിടെ ഭേദഗതി ചെയ്ത കരാർ പ്രകാരമാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്ക മീഡിയം റേഞ്ച് എയർ മിസൈലുകൾ നൽകുന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് അമേരിക്കൻ യുദ്ധവകുപ്പ് സെപ്റ്റംബർ 30 പ്രസ്താവന ഇറക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് പാകിസ്ഥാനെ അമേരിക്ക പരിഗണിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും കരസേനാ മേധാവി ജനറൽ അസീം മുനീറും സെപ്റ്റംബറിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ആഴ്ചകൾക്ക് ശേഷമായിരുന്നു പുതിയ ആയുധ വിതരണ കരാറിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. വിഷയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ കേന്ദ്ര സർക്കാരിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇന്ത്യക്ക് എത്ര വേഗമാണ് നയതന്ത്ര തിരിച്ചടികൾ ഏൽക്കുന്നത് എന്നായിരുന്നു ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പരിഹസിച്ചത്. എന്നാൽ പ്രസ്തുത റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക തന്നെ. കരാർ പരിഷ്കരണം സുസ്ഥിരതയ്ക്കും സ്പെയർ പാർട്സ് പിന്തുണയ്ക്കും മാത്രമാണെന്നും പുതിയ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നില്ല എന്നുമാണ് അമേരിക്കൻ എംബസി വ്യക്തമാക്കിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി നിലവിലുള്ള വിദേശ സൈനിക വിൽപ്പന കരാറിലെ ഭേദഗതിയെക്കുറിച്ച് യുദ്ധവകുപ്പ് ഇറക്കിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വ്യാജ വാർത്തയാണെന്നുമാണ് അമേരിക്കൻ എംബസി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. തെറ്റായ മാധ്യമ റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി ഈ പരാമർശിക്കപ്പെട്ട കരാർ പരീക്ഷണത്തിന്റെ ഒരു ഭാഗവും പാകിസ്ഥാന് പുതിയ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ളതുമല്ല എന്നാണ് എംബസി വ്യക്തമാക്കിയത്. പാകിസ്ഥാന്റെ നിലവിലെ കഴിവുകളിലേക്കുള്ള അപ്ഗ്രേഡ് ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ പ്രമുഖ ദിനപത്രമായ ഡോൺ ഉൾപ്പെടെയായിരുന്നു കരാർ ഭേദഗതിയെക്കുറിച്ചുള്ള യുദ്ധവകുപ്പിന്റെ പ്രസ്താവന പുതിയ ആയുധ വിൽപ്പനയുമായി ബന്ധിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത്. ഇത് വ്യാപക ചർച്ചയ്ക്ക് വഴിയൊരുക്കിയതിന് പിന്നാലെയാണ് അമേരിക്കൻ എംബസി വിഷയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. അതേസമയം 2007 പാകിസ്ഥാൻ തങ്ങളുടെ അമേരിക്കൻ നിർമ്മിത F-16 എയർക്രാഫ്റ്റിനായി ഇതേ മിസൈലുകൾ ഏകദേശം 700 എണ്ണം വാങ്ങിയിരുന്നു.
എയർ ടു എയർ മിസൈൽ സംവിധാനത്തിലേക്കുള്ള അക്കാലത്തെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഓർഡർ ആയിരുന്നു. എന്തൊക്കെയാണെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ പാർട്ടികളെ. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച